എന്താണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയതിനു ശേഷമുള്ള ഒരു പ്രതികരണത്തിൽ തയ്യാറായത്? അത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവസരം വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും. ഇപ്പോൾ അത്തരം വിഷയങ്ങളൊന്നും പരാമർശിക്കാൻ ഇത് തികച്ചും എൻ്റെ ഒരു സ്വകാര്യ സന്ദർശനം 20-ാം തീയതി നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി, ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി, അവരുടെ മകളുടെ വിവാഹമാണ് ചെന്നൈ. ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഞാൻ പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ കുടുംബസമേതം ഇവിടെ വന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് കണ്ണൂരിലേക്ക്. അല്ല, സെക്രട്ടറി ഈ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് വേണ്ടി പാർട്ടി വിശദീകരിച്ച കാരണങ്ങളുണ്ടല്ലോ, അത് ജയരാജന് ബോധ്യപ്പെട്ട കാരണങ്ങളാണോ? ആ ചോദ്യങ്ങൾക്കൊന്നും ഇപ്പോൾ പ്രസക്തിയില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്, വളരെ സമർത്ഥരാണ്. കാര്യങ്ങൾ കണ്ടെത്താൻ അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. ആ ദൗത്യം നിങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇപ്പോഴൊന്നും വളരെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയം പരാമർശിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കില്ല. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയും. അത് ഒരു സമയം വരുമ്പോൾ നിങ്ങളെ വിളിച്ചു ചേർത്ത് കൊടുത്താൽ നിങ്ങളോട് കാര്യം പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ പറയും. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ. CM-നെ കണ്ടിരുന്നല്ലോ ഡൽഹിയിൽ? ഞാൻ CM-നെ കാണാറുണ്ട്. CM-നെ മാത്രമല്ലല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര ആളുകളെ കണ്ടുകൊണ്ടിരിക്കുന്നു. CM അതിലൊരു VIP ആണ്. ഞാൻ ഡൽഹിയിൽ സീതാറാം യെച്ചൂരി, അദ്ദേഹവും ഞാനും തമ്മിലൊരു 40-44 വർഷക്കാലത്ത് അടുത്ത ബന്ധമുണ്ട്. 1980-ൽ DYFI പ്രസിഡൻ്റായ കാലത്തിന് മുൻപ് തന്നെ അദ്ദേഹവും ഞാനും തമ്മിൽ ഏറ്റവും അടുത്ത ബന്ധമുണ്ടായി. ഞങ്ങളൊരു വിദേശ പ്രതിസംഘത്തിൽ മരിച്ചുപോയ ബുദ്ധദേവ് ഭട്ടാചാര്യ, ഞാൻ, സീതാറാം, നേപ്പാൾ ദേവ്, അന്നത്തെ SFIയുടെ ഓൾ ഇന്ത്യ സെക്രട്ടറി, ഞങ്ങൾ 4 പേര് ഡൽഹിയിൽ നിന്ന് മോസ്കോവിലേക്കും പിന്നെ മോസ്കോവിൽ നിന്ന് ഒരു 2 ആഴ്ചക്കാലം ഒന്നിച്ച് ജീവിച്ച് ഒന്നിച്ച് നടന്നിട്ടുള്ളവരാണ്. അന്ന് മുതലുള്ള ഞങ്ങളുടെ ആ ഏറ്റവും അടുത്ത സാഹോദര്യവും സൗഹൃദവും സഖാവെന്നുള്ള നിലയിലുള്ള ബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെ മരണം വരെ കാത്തുസൂക്ഷിച്ചു. അദ്ദേഹം മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ദുഃഖവും വേദനയും ഉണ്ടായി. അദ്ദേഹത്തിന് അസുഖം ബാധിച്ച് എയിംസിൽ പ്രവേശിപ്പിക്കപ്പെട്ടപ്പോൾ തന്നെ അവിടെ എത്താൻ ആഗ്രഹിച്ചു. പക്ഷേ അവിടെ ആരെയും പ്രവേശിപ്പിക്കുന്നില്ല, കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നേരെ തിരിച്ച് ആ യാത്ര മാറ്റിവെക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തുക എന്നുള്ളതാണ്, അദ്ദേഹത്തെ കാണുക എന്നുള്ളതാണ്. അന്ന് വൈകുന്നേരം 3 മണിക്കാണ് വാർത്ത വരുന്നത്. മാധ്യമത്തിലാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഒരു പ്രതീക്ഷ തൊട്ടടുത്ത ദിവസം തന്നെ ഇത് AKG ഭവനിൽ കൊണ്ടുവരും, അവിടെ പൊതുദർശനമുണ്ടാകും, അതിനുശേഷമാണ് മറ്റു കാര്യങ്ങൾ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡൽഹിയിലേക്ക് എത്തുക എന്നുള്ളത് നോക്കിയപ്പോൾ അന്ന് കേരളത്തിൽ നിന്ന് കോഴിക്കോട് നിന്ന് മാത്രമേ ഫ്ലൈറ്റുള്ളൂ, രാത്രി 10:30. ഞാൻ അതുവരെ കഴിഞ്ഞ 2 വർഷക്കാലമായി യാത്ര ചെയ്യാതിരുന്ന ഇൻഡിഗോ ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ ആ കാര്യങ്ങൾക്ക് ആ സമരം അന്ന് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. നേരെ കോഴിക്കോടേക്ക് ട്രെയിനിൽ വന്ന് ട്രെയിനിൽ നിന്ന് ഞാൻ പത്തരയുടെ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് 10:30ക്കുള്ള ഫ്ലൈറ്റ് ഞാൻ എനിക്ക് തോന്നുന്നു 1 മണി 2 മണിയൊക്കെ ഡൽഹിയിലെത്തി. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ആ പരിപാടികളൊക്കെ വന്നപ്പോൾ അന്ന് വൈകുന്നേരം 6 മണിക്ക് മാത്രമേ AKG ഭവനിലേക്ക് ബോഡി എത്തൂ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നു. പിറ്റേ ദിവസം അന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും കുടുംബാംഗങ്ങളെയും എല്ലാം കണ്ട്. അല്ല ചേട്ടാ, അന്നത്തെ ഇൻഡിഗോയുടെ സമരം അവസാനിപ്പിച്ചല്ലോ, അതേപോലെ ഇപ്പോൾ പാർട്ടിയുമായിട്ടൊരു സമരത്തിലാണോ? എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളാം. ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യവും പറയാനില്ല. പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനല്ല. ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കാൻ കാരണം പൊതുസമൂഹത്തിൽ BJP നേതാവിനെ കണ്ടതിന് കുറ്റാരോപിതനായി LDF കൺവീനർ പുറത്തുപോയ വ്യക്തിയാണ് EP. അതുകൊണ്ട് അങ്ങനെ ഒരു കുറ്റക്കാരനായി പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ ജീവിതവും
എല്ലാ കാര്യങ്ങളും ഈ നാടിൻ്റെ മുമ്പിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു തുറന്ന പുസ്തകമാണ്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. മാധ്യമക്കാർക്കും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്ക് ശരിയെ തോന്നുന്ന കാര്യങ്ങൾ പറയുക. ഞാൻ പറഞ്ഞ് അത് പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ നൽകിയ വിശദീകരണം പാർട്ടി അംഗീകരിച്ചില്ല എന്നുള്ളതിന് അർത്ഥം അത് നിങ്ങൾ ബന്ധപ്പെട്ട പാർട്ടി നേതാക്കളോട് ചോദിക്കുക. പക്ഷെ ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഓണ ദിവസം റിപ്പോർട്ടർ ചാനൽ ഡോക്ടർ അരുൺകുമാറുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഗവേഷണം നടത്തി ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്തൊക്കെയാണെന്നൊരു കാര്യം നിങ്ങൾ കണ്ടെത്തും.